ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കിട്ടിയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഒരു പാമ്പർ ബൊക്കെ ചെയ്യാനായിരുന്നു. തൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടും കുറച്ച് യൂണീക്കായിട്ടും കൊടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് അവർ പാമ്പർ ബൊക്കെ ചൂസ് ചെയ്തത്. സാധാരണ എല്ലാവരും ഡ്രസ്സായിരിക്കും ന്യൂബോൺ ബേബീസിന് കൊണ്ട് കൊടുക്കാറ്. ഇതിപ്പോൾ ന്യൂബോൺ അല്ല, കുട്ടി ജനിച്ചിട്ട് 10 മന്ത് ആയിട്ടുണ്ട്. ബട്ട് അവർക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. ആൾ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. സോ അതുകൊണ്ട് പാമ്പർ ബൊക്കെയാണ് അവർ ചൂസ് ചെയ്തത്. 20 പാമ്പേഴ്സാണ് അവർ അതിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാം കസ്റ്റമൈസേഷനാണ്. പാമ്പറും ബൊക്കെ ഷീറ്റ് എല്ലാം തന്നെ കസ്റ്റമൈസേഷൻ തന്നെയായിരുന്നു. സോ ഇപ്പോൾ നമ്മൾ എല്ലാ പാമ്പേഴ്സും ഒരേപോലെ ചുരുട്ടിയെടുക്കുക. ശേഷം അതിനകത്ത് നമ്മൾ സെലോ ടേപ്പ് ഇട്ട് ചുറ്റാം, കുഴപ്പമില്ല. ബട്ട് റബ്ബർ ബാൻഡ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടൈറ്റായിട്ട് അതവിടെ ഇരുന്നോളും. ഇത് കുറച്ച് ദൂരെയുള്ള ഒരാൾക്കാണ്, ഒരു 1 day 2 day എടുക്കും ഇത് ഡെലിവറി ആകാൻ. സോ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ടൈറ്റിലാണ് ഞാനിതെല്ലാം സെറ്റാക്കി എടുത്തിരിക്കുന്നത്. എല്ലാ പാമ്പേഴ്സും നമുക്ക് സെറ്റായിട്ട് ചുറ്റിയെടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഊരിപ്പോകാൻ സാധ്യതയുണ്ട് ഈ പാമ്പേഴ്സ് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് ചുറ്റിയെടുക്കാം. ഈ ബൊക്കെ ഷീറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ബൊക്കെ ഷീറ്റിൻ്റെ പിക്ചർ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിലെനിക്ക് ബൊക്കെ ഷീറ്റിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ല. സോ ഇതെല്ലാം നമുക്ക് ഈ തെർമോക്കോളിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് കുത്തി കൊടുക്കാം. കറക്റ്റ് അളവിലെല്ലാം റൗണ്ട് ഷേപ്പിലായിട്ട് നമുക്ക് ഓരോന്ന് ഫുള്ളായിട്ട് കുത്തിയെടുക്കാം. ഞാൻ എല്ലാ പാമ്പേഴ്സും ഇതിൽ ഓൾറെഡി ഇപ്പോൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാംബൂ സ്റ്റിക്കിലായിട്ട് ഒരു സെലോ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഈ ഷീറ്റേഴ്സാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഈ ഷീറ്റ്സിൽ ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റും യൂസ് ചെയ്തിരുന്നു. ബട്ട് ഇത് ഞാൻ ബൊക്കയിൽ ഞാനിത് ഒട്ടിച്ച് നോക്കിയപ്പോൾ അതിനൊരു ഭംഗി തോന്നിയില്ല. സോ അതുകൊണ്ട് തന്നെ ബൊക്കയുടെ ഫൈനൽ ലുക്കിൽ എൻ്റെ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇല്ല. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഞാൻ വെച്ചിട്ടില്ല, ആഡ് ചെയ്തിട്ടില്ല. വീഡിയോ മാറ്റി വേറെ എടുക്കാനുള്ള മടി കൊണ്ടും സോ ഞാൻ അങ്ങനെ തന്നെ പുട്ട് ചെയ്തതാണ്. സോ ഞാൻ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതിൽ യൂസ് ആക്കിയിട്ടില്ല. ബാക്കി 2 ഷീറ്റ് വെച്ചാണ് ഞാനിത് യൂസ് ആക്കിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഒരു ടെഡി ബിയറിനെയും വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മൾക്ക് അവർ തന്നിരുന്ന ഒരു ആൽബം വർക്ക്. ആൽബം എന്ന് പറയുമ്പോൾ ഒരുപാട് പേജസ് ഇല്ല, 10 പേജസേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ അവരുടെ ലൈഫിൽ ഉള്ള മാരീഡ് കഴിഞ്ഞതും തൊട്ട് കുട്ടി ഉണ്ടായതും ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ അത്രയേ ഉള്ളൂ.